എന്തോന്ന് ജിമിനെ, എന്തോ നീ പറയുന്നേ? അത് നിന്നെ കാണാൻ ആര് വന്നു? നീ ഇപ്പൊ പേടിച്ച് മുള്ളല്ലോ. ഞാൻ വിക്ടറിനെ കാണാൻ വന്ന. ഇപ്പഴാ ശ്വാസം നേരെ വീണത്. ഒരു നിമിഷം എന്റെ ദൈവമേ. അത് നമ്മുടെ ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞല്ലേ. അത് വിട്. വിക്ടർ എന്തിയെ? എടാ, ഞാൻ ട്യൂഷന് പോകുന്ന വഴിയാ. വിക്ടറിന്റെ ഒരു ബുക്കും പിന്നെ ഒരു അസൈൻമെന്റും എന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാ. ഓ, അവനെ കാണാമായിരുന്നു. നീ അകത്തുണ്ട്, കേറുവാ. നീ അതവിടെ വെച്ചേക്ക്, ഞാൻ കൊടുത്തോളാം. നീ അങ്ങനെ പ്രസവിക്കണ്ടേ. പിന്നെ ജിമിനെ, ഈ അസൈൻമെന്റ് കൂടെ ഒന്ന് കൊടുത്തേക്കണേ. ഇപ്പൊ തന്നെ ലേറ്റ് ആണ്, ഞാൻ ഒന്ന് പോവാ. ശരിയേ, ബൈ. എന്റെ മാതാവേ, ഞാനിപ്പോ എന്തുവാ കണ്ടേ? ആരെയാ കണ്ടേ? ഒന്നുകൂടെ കിടന്നാണെങ്കിൽ ഭാഗ്യം കൂടെ കാണാറുണ്ട്. കള്ളപ്പന്നി ഇമ്മീക്കടാ. എടാ, എന്തോ ഒരു സമയമായെന്നറിയോ? പപ്പ രാവിലെ എന്നെ കുത്തിപ്പോക്കി. ഇവനെ മാത്രം ഒന്നും ചെയ്യത്തില്ല. രണ്ട് പെൺപിള്ളാരൊക്കെ കണ്ട് നിന്നെ കാണാൻ വരെ വന്നേക്കുന്നു. അയ്യോ, എന്റെ ഉമ്മയല്ലടാ ബാപ്പ. ഇന്നീച്ച് പോടാ. എടാ, മറ്റേ ആ മോളൂസ് ഇല്ലയോ? എന്തോ സൂസന്നെ ഇല്ലയോടാ? ഏതാടാ നമ്മളെ ക്ലാസ്സിലെ നിന്റെ ലേറ്റസ്റ്റ് ബ്രേക്കപ്പ് ആയ സൂസന മെരിയോ? അവള് രാവിലെ വന്നിട്ട് നിന്റെ നോട്ടും അസൈൻമെന്റ് ഒക്കെ വന്നിട്ട് പോയി. എടാ, എന്തുവാടാ പെൺപിള്ളേർക്കൊന്നും നിന്നെ കണ്ടിട്ട് ഉറക്കം വരത്തില്ലയോ? കമന്റ് വരെ വന്നിടുവാടാ. ഞാൻ എന്തോരം ട്രൈ ചെയ്യുന്നുണ്ടടാ. എന്റെ ട്രൈ മാത്രം ആരും കാണുന്നില്ല. ഈ ഫാൻസിനെ കൊണ്ട് ഞാൻ തോറ്റ്. എന്റെ ഒരു കാര്യം എന്തോ കണ്ടിട്ട് ഒരുപാടുണ്ടല്ലോ. എന്റെ സ്കിൻ, എന്റെ ഫേസ്, എന്റെ ബോഡി. അല്ലേലും ഞാൻ വേർഡ് വരെ ഹാൻസം മെന്നല്ല കൊച്ചറ. വീണ്ടും കോളിംഗ് ബെല്ലടിക്കുന്നു. ഞാനില്ലേ, ഇനി വേറെ വല്ല ആരാധികമാരായിരിക്കും. നമ്മളൊന്നും പഠിപ്പികളല്ലേ. പൈമാറ മുണ്ടക്കൽ ശേഖരൻ. പിന്നെയും കോളിംഗ് ബെല്ലടിക്കുന്നു. എടാ ജിമിനെ, ചെന്ന് നോക്കി ആരാണ്. ഇല്ല മമ്മി, ഞാൻ നോക്കിക്കോളാം. കുക്കി എന്താ ഇവിടെ? അയ്യോ, ഇത് ആരായി വന്നേക്കുന്നേ? മമ്മയും പപ്പയൊക്കെ എന്തിടാ? ഞങ്ങൾ എത്ര നാളായി കണ്ടിട്ടെന്നറിയാമോ? എന്തുവാ നീ കണ്ണു വിളിച്ച് നിക്കുന്നേ? ഞങ്ങള് പണ്ടത്തെ കോളേജ് മേറ്റ്സ് ആടാ. ചെക്കനൊന്നും നമ്മളെ മൈൻഡ് ഇല്ല. അതൊക്കെ അവിടെ വെക്ക്. പിന്നെ എന്തിനാ മുത്തേ ജിമിൻസി അങ്ങോട്ട് വരുന്നേ? മമ്മി, നമുക്കിതെല്ലാം ഇവിടെ വെക്കാം. ജിമിൻസി എടുത്തോളൂ. ഹലോ ആന്റി. മമ്മി, അങ്ങോട്ട് നോക്കിക്കേ. അയ്യോ, അതിന്റെ ജിമിനല്ലയോ? ഒരു ഗ്യാസ് കുറ്റി പോലും പൊക്കാത്ത ചെറുക്കൻ എന്നിട്ട് പെട്ടിയും കൊണ്ട് ഇപ്പൊ ഓടുന്ന കണ്ടില്ല. ഈ ഓട്ടം ഓടി ആരും വീട്ടിൽ തോപ്പിക്കുമല്ലോ. എടി ചിന്നി, ഇത് എന്ത് പാടി? നിന്റെ പെട്ടിക്കകത്ത് എന്തോ കല്ലോ മുടിഞ്ഞ കാലോ? എന്തായാലും നിങ്ങൾ ഇവിടെ 2 ദിവസം കാണും. നിങ്ങൾക്ക് ഏത് മുറിയാ വേണ്ടേ? ഇത് നമുക്ക് ആന്റിക്ക് എന്തെങ്കിലും കൊടുക്കാം മമ്മി. എടാ ജോണി, ഇതാ നിനക്കും ജിന്നിക്കുള്ള റൂം. ആഹാ, ഈ റൂമൊക്കെ കിടുക്കാച്ചിയടാ മോനെ. ഞാനിത് ഇങ്ങ് എടുക്കുക. ഇത് തന്നെ. ജിമിനാ, എടാ ജിമിനി ഇങ്ങോട്ട് വന്നേടാ. നീ ഇനി ഇവിടെ കിടക്കണ്ടേന്ന് നോക്കിക്കേ. ഞാനോ? എന്താ മമ്മി? ഓ, ഈ അമ്മച്ചി എന്നെ നാട്ടിക്ക്. ഇനി ക്യൂട്ടായിട്ട് ആക്ട് ചെയ്ത കുട്ടി ചിലപ്പോ വീഴും. നീ ശരിക്കും അവിടെ കയറി കിടക്കാൻ പോവാന്നോ? അതേടാവി, ഞാനെന്ത് ക്യൂട്ടാണെന്ന് നോക്കടാ. നീവിന്റെ ഒരു കാര്യം. പെമ്പിള്ളാരെ കാണുമ്പോ ഇവൻ എങ്ങനെയാണോ ഇങ്ങനെ ഷോ കാണിക്കുന്നത്? തിങ്കളാഴ്ചയല്ലേ ഹൗസ് വാമിങ്. അപ്പൊ ഞങ്ങൾക്ക് ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. സമയവും ഇല്ല. എങ്ങനെയാണോ? ഇന്ന് ശനിയാഴ്ചയല്ലയോ? നമുക്ക് അങ്ങ് ഷോപ്പിങ്ങിന് പോകാം എല്ലാവർക്കും കൂടെ. ഇവിടെ ആർക്കും വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അല്ലേലും ഈ പെണ്ണുങ്ങൾക്ക് ഷോപ്പിംഗ് എന്ന് കേട്ടാലേ പ്രാന്ത്. എന്റെ പൊന്നടി, കറക്റ്റ്. ഷോപ്പിംഗ് ഒക്കെ വളരെ ഗംഭീരമായി കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു എന്റർടൈൻമെന്റ് ആയാലോ? ബട്ട് ഒരു കണ്ടീഷൻ, നമുക്കിത് ഗ്രൂപ്പായിട്ട് കളിക്കാം. ഞാനാണ് MC, ഓക്കെ? ഇപ്പോഴും ഒരു കാര്യം പറയാം, ഞാനും എന്റെ ഹോബിയും ഒരേ ടീമിൽ. അതിന് പിന്നെ മാറ്റമുണ്ടോ യോമിച്ച? ആയിക്കോട്ടെ, നമ്മളില്ലേ, ഞാനല്ലേ ഈ തോക്കുന്ന ടീമിലില്ല. എന്നാ പിന്നെ ഞാനും ജിനി ഒരേ ടീമില്. ഞങ്ങളുടെ ടീമിൽ ഇപ്പൊ ആള് കുറഞ്ഞു. നീങ്ങി വേടാ ജിമിനെ, നീ പിണങ്ങാതടാ. ആ ജിമിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ.